ഹായ് ഗൈസ്. അപ്പോൾ HSCAPൻ്റെ രജിസ്ട്രേഷൻ ഇന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. 25 സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറയും. പിന്നെ ഞാൻ ന്യൂസ് കണ്ടപ്പോൾ സംസ്ഥാനത്തെ +1 എന്താണ് പറയുക പിന്നെ ഡേറ്റെല്ലാം ആരംഭിച്ചു. ഇപ്പോൾ ഇന്ന് +1 ക്ലാസ്സിലേക്കുള്ള പ്രവേശന നടപടികൾ ഇന്ന് ആരംഭിക്കുന്ന ന്യൂസൊക്കെ ഉണ്ട്. പക്ഷേ അവസാന ഡേറ്റ് ഒന്നും വ്യക്തമാക്കിയില്ല. കാരണം കഴിഞ്ഞ വർഷമൊക്കെ ഒരുപാട് സീറ്റുകൾ ഒഴിഞ്ഞു നടന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ HSCAP വെബ്സൈറ്റിൽ കയറുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഇൻഫർമേഷനും ഇതുവരെ കാണുന്നില്ല എന്നാണ് യാഥാർത്ഥ്യം. അതായത് 25 തുടങ്ങുമെന്ന് പറഞ്ഞാൽ ഈ ഒരു വെബ്സൈറ്റിലാണ് നമ്മൾ രജിസ്ട്രേഷൻ നടത്താൻ വേണ്ടി പോകുന്നത്. HSCAP സിംഗിൾ വിൻഡോ സിസ്റ്റം ഫോർ ഹയർ സെക്കൻഡറി അഡ്മിഷൻ. പക്ഷേ ഇവിടെ ഹോമിൽ തന്നെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകൊണ്ടാണ് നിലവിൽ ഒരു സാധനം എന്ത് ചെയ്യുന്നില്ല, വന്നില്ല. ഒരു സർക്കുലർ വന്നിട്ടുണ്ട്, അതിനും ഒന്നും വരുന്നില്ല. ദാറ്റ് മീൻസ് ഓണായിട്ടില്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്കൂൾ ലിസ്റ്റൊക്കെ ഇവിടെ നോക്കിയാൽ കാണാൻ വേണ്ടി കഴിയും. ബട്ട് അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് അപ്ലിക്കേഷൻ ജോയിൻ ബാക്കി ഡീറ്റെയിൽസ് ഒന്നും ഇല്ല, ഇവിടെ വന്നിട്ടില്ല. ഈ ഒരു സൈഡ് ലെഫ്റ്റ് സൈഡിലാണ് അപ്ലൈ നൗ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കും. ഇതുവരെ വന്നിട്ടില്ല. വന്നാൽ എന്ത് ചെയ്യും, നിങ്ങൾക്ക് കറക്റ്റ് അപ്ഡേറ്റ് തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, പിന്നെ സാധനം വന്നാലും വന്നില്ലെങ്കിലും ഇന്ന് 25 വരേണ്ടതാണെന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേന് വരാമെന്നാണ് തോന്നുന്നത്, അല്ലെങ്കിൽ വരുമെന്നാണ് തോന്നുന്നത്. മുന്നേ നമ്മൾ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾ തയ്യാറാക്കി വെക്കേണ്ട നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ്. ഇപ്പം നിലവിൽ നിങ്ങൾ TC അല്ലെങ്കിൽ മറ്റു സാധനങ്ങൾ ഇപ്പം നിങ്ങൾക്ക് ആവശ്യമില്ല. TC ഒക്കെ അഡ്മിഷൻ എടുക്കുന്ന സമയത്താണ് വേണ്ടത്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ വേണ്ടത് ഒരു വാലിഡ് മൊബൈൽ നമ്പർ വേണം, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ്, നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ്, അതുപോലെ നിങ്ങളുടെ കൃത്യമായ അഡ്രസ്സൊക്കെ കറക്റ്റ് നോക്കി കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ അഡ്രസ്സിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പഞ്ചായത്തിന് വരെ മാർക്കുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ അഡ്രസ്സ് കറക്റ്റാണോ, ആ നിങ്ങളെ പഞ്ചായത്തിൽ വരുന്ന നിങ്ങളുടെ കോൺസ്റ്റിറ്റ്യുവൻസിൽ വരുന്ന താലൂക്കിൽ വരുന്ന സ്കൂളിൽ കിട്ടാനുള്ള സാധ്യത. അതുകൊണ്ട് അഡ്രസ്സൊക്കെ കൊടുക്കുമ്പോൾ കറക്റ്റ് നോക്കുക. മൊബൈൽ നമ്പർ കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ച് കൊടുക്കുക, ആക്റ്റീവായ നമ്പർ കൊടുക്കുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, സമയമുണ്ട്. അവസാന ഡേറ്റ് ഇതുവരെ പറഞ്ഞില്ല. ഇന്ന് കൊടുത്ത് വെച്ചെങ്കിൽ ഇന്ന് നിങ്ങൾ ആദ്യ ലിസ്റ്റിൽ വരുമെന്ന് ഉറപ്പൊന്നുമില്ല. ഫൈനൽ കൺഫർമേഷൻ കൊടുക്കുന്നതിന് മുന്നേ ശ്രദ്ധിക്കുക, എല്ലാ കാര്യങ്ങളും ഓക്കെ അല്ലേ എന്ത് ചെയ്യും, ഒന്ന് വെരിഫൈ ചെയ്യാം. സ്കൂളുകൾ കറക്റ്റ് നിങ്ങൾ ആഗ്രഹിച്ച ഓർഡറിൽ തന്നെ നിങ്ങൾ കൊടുക്കണം, അല്ലാതെ അവിടെയും ഇവിടെയും കൊടുക്കുക, അതും പ്രശ്നമാവും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ കറക്റ്റ് ശ്രദ്ധിക്കുക. തിരക്ക് കൂട്ടരുത്. ഞാൻ വീണ്ടും റിക്വസ്റ്റ് ചെയ്യണം, തിരക്ക് കൂട്ടരുത്. എന്താ പറയുക, സമാധാനത്തിൽ നിങ്ങൾ ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ സ്റ്റിൽ വന്നിട്ടില്ല. അപ്ഡേറ്റ് വന്നാൽ എന്ത് ചെയ്യും, നമ്മൾ അറിയിക്കാം കേട്ടോ.